ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഗെയിം കളിക്കാൻ പോവുക. ഫാമിലി മൊത്തം ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ മൂവി നെയിം ആണ് കേട്ടോ ഗെയിമിൻ്റെ പേര്. ആദ്യം തന്നെ അമ്മ കേട്ടോ. അമ്മ ഇവിടെ എന്തൊക്കെയോ കാണിച്ചു വിട്ടിട്ടുണ്ട്. അമ്മ ഇവിടെ വാൽക്കണ്ണാടി കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ. അമ്മേൻ്റെ ആക്ടിങ്ങും അപ്പൂൻ്റെ ഗസിങ്ങും കൂടി ആയപ്പോൾ ഇവിടെ ചിരിച്ച് ചിരിച്ച് മേമയ്ക്ക് വയ്യാണ്ട് മേമ ഒളിച്ച് നിന്ന് ചിരിക്കാൻ പോയതാട്ടോ. മരുഭൂമിയിലാണ് അമ്മൂൻ്റെ ചില ആക്ഷൻസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അമ്മൂൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു അതൊന്നും കാണിക്കരുത് എന്നുള്ളത് കേട്ടോ. അമ്മൂൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ വന്നത് എൻ്റെ മേമയുണ്ടാ. മേമയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും കാണിക്കല്ലേ കേട്ടാന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേമനെയും വല്ലാണ്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. തലയണ മന്ത്രം എന്നുള്ള ഫിലിം ആക്ട് ചെയ്തിട്ട് കാണിക്കാൻ പറ്റ ഒരു പാടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇരിക്കുന്നത്. ആക്ടിങ്ങില് പുലികളും പിന്നെ അതുപോലെ തന്നെ ഫുൾ കോമഡിയും ആയിട്ടുള്ള രണ്ടുപേര് പാറു അമ്മുവാണ് കേട്ടോ. നിങ്ങൾ ഇപ്പൊ കാണുന്നത് എന്താ അറിയോ? വെള്ളാനകളുടെ നാടാണ് കേട്ടോ. ആന ഹൃദയം, ആനയുടെ പ്രിന്റ്, ബെഡ്ഷീറ്റ്, ചുമര്, ആനയുടെ പെയിന്റ്, ബ്ലാക്ക് വൈറ്റ് വെള്ളാന കട്ടാക്കി കഷ്ണാക്കി മുറിച്ചു അമ്പോ കഷ്ണം ആദ്യത്തെ വാക്ക് അതായത് മുറിച്ച വാക്കാണ് എനിക്ക് പറയുന്നത്. രണ്ട് വാക്ക് മുറിച്ചിട്ടുണ്ട്. രണ്ട് വാക്കാണ് ഇപ്പൊ ആദ്യത്തെ പറയുന്നത്. കരളിയാ അല്ല ആ ചതിക്ക അല്ല ചന്തുവിന്റെ ഒക്കെ ഉണ്ണിയാർച്ച കോളം കര കര കര. പൊന്നൂൻ്റെ എന്തായാലും കുളമായി പോയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു എനിക്കും തന്നിട്ടുണ്ടായിരുന്നത്. പൊന്നൂന് ഇതേപോലെ കൊടുത്ത ഫിലിമിൻ്റെ നെയിം എന്താണെന്ന് കറക്റ്റ് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടണില്ല കേട്ടോ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വോയിസ് റെക്കോർഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മ കിട്ടണില്ല. നെക്സ്റ്റ് എന്തായാലും അത് ഫ്ലോപ്പായി പോയി. നെക്സ്റ്റ് നമ്മൾ തന്നിട്ടാണ് കേട്ടോ. ഇതാണ് പാറു. ആക്ച്വലി പാറു കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിം ഒരു വഴിക്കും കാണിക്കുന്നത് വേറെ വഴിക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. എന്നാലും പാറുവിൻ്റെയും അമ്മൂൻ്റെയും കാണുമ്പോൾ കുറേ ചിരിക്കാണ്ടാവും. ഈ കുട്ടിയുടെ ഒരു പെടാപ്പാട് നിങ്ങൾ കാണണം. കാണിക്കുന്നത് അപ്പോതിക്കീരിയാണ്.
അപ്പോ 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 വച്ചിട്ടുണ്ടാ ഉണ്ണിയ. അപ്പോ ഡോറ് കടന്നു പോയി. ഡോറ് വീട് വീട്. കിഴക്ക് അപ്പൊ കോഴിക്കറി കുറുക്കൻ കുറുക്കൻ അപ്പൊ കോഴിക്കീരി പറഞ്ഞോ. എനിക്കൊരു 8ന്റെ പണിയാണ് കിട്ടിയത്. ആലപ്പുഴ ജിങ്കാമ എന്നുള്ള പേരാട്ട ഫിലിം നെയിം കിട്ടിയത്. ഞാനത് എങ്ങനെ കാണിക്കാനാ, എന്തായാലും 8 നില ഫ്ലോപ്പായി പോയിട്ടാ. പുഴയുടെ വേറെ പേരാ പുഴ. പുഴന്റെ ഈ പുഴയും ഈ കാണിക്കുന്നതാണ് മക്കളെ മൃഗയ ഫിലിം. എന്തൊക്കെയൊന്നും കാട്ടിക്കൂട്ടിന്ന് അറിയോ, പക്ഷെ അതെങ്ങനെ ആക്ട് ചെയ്യാനാണല്ലേ. ഇനി ഇതിൻ്റെ അമ്മായിയാണ് കേട്ടോ. അമ്മായിനെ കുറേ എല്ലാവരും കൂടി കുത്തിപ്പൊക്കി വന്നതാ. പക്ഷെ ആള് ഒരൊറ്റ ഒരു രണ്ടും കറക്റ്റ് ആക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തു. തുറുപ്പുകുലാനായിരുന്നു കേട്ടോ ഫിലിം. ഇനി ഇതിൽ കുറേ ആൾക്കാർ വീണ്ടും കൂടിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാത്രിയാണ് ഇട്ടത്. ചേച്ചിയും പിള്ളേരൊക്കെ വന്നുകൊണ്ട് പിള്ളേർക്ക് ഞങ്ങൾ കളിച്ചതൊക്കെ കണ്ടപ്പോൾ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി കളിച്ച് നോക്കിയതാണ് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. ഇതേപോലെ ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ല രസമാണല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒത്തുകൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഒന്നിക്കിലിരുന്നൊക്കെ ഒരുപാട് വർത്തമാനം പറയും. ഇങ്ങനെ ഇതിപ്പോൾ ആദ്യമായിട്ടായിരുന്നു. ഇത് ഭയങ്കര കോമഡി ആയി പോയിട്ടാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ ഗെയിംസൊക്കെ കളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു രസമാണല്ലോ. നമ്മളിങ്ങനെ വെറുതെ എന്താ പറയുക, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടൊക്കെ ഉണ്ടാവണ്ടേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇതേപോലൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു.